റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക സഭകളുടെ പുനർനിർമ്മാണവും ഉപദേശങ്ങളുടെ സ്ഥിരീകരണവുമാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് ഒട്ടനവധി സംശയങ്ങൾ മനുഷ്യനുണ്ട്. മരണശേഷം ആത്മാവ് എവിടെയാണ്? മനുഷ്യൻ മരിച്ചാൽ ആത്മാവ് 40 നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ? താങ്കളുടെ സംശയങ്ങൾക്ക് തിരുവെഴുത്ത് ആധാരമായുള്ള ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്. ശ്രദ്ധിച്ചാലും. മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഇന്ന് എവിടെയാണ് ഉള്ളത്? മരണശേഷം ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെ ആത്മാക്കളെ പിന്നീട് മടങ്ങി ഈ ഭൂമിയിലേക്ക് വരുമോ? ഒരാളുടെ ആത്മാവ് മരണത്തിന് ശേഷം മറ്റൊരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു മൃഗത്തിലോ പ്രവേശിക്കുമോ? ഒരു വ്യക്തി മരിച്ചാൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് പോകുക? അതുപോലെ മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ സ്നേഹിതർ അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ ആയിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ കഴിയുമോ? മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ പിന്നീട് ഭൂതമായിട്ട് അല്ലെങ്കിൽ പ്രേതമായിട്ടൊക്കെ മാറാൻ സാധിക്കുമോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ? അതുപോലെ ഈ ആത്മാക്കൾക്ക് ഭൂമിയിലായിരുന്ന അവരുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ കഴിയുമോ? ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ആത്മാവിനെ സംബന്ധിച്ച് എല്ലാ ജനസമൂഹങ്ങളിലും ഉള്ളതായിട്ട് നമുക്കറിയാം. ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ആചാര അനുഷ്ഠാനങ്ങൾ പല സമൂഹങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയുള്ള കാര്യമാണ്. ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് 40 ദിവസം വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും 40ാമത്തെ ദിവസം അദ്ദേഹം മരിച്ച ശേഷം 40ാമത്തെ ദിവസം നടത്തുന്ന ഒരു പ്രത്യേക കൂദാശ, ഓർമ്മ കൂദാശ അല്ലെങ്കിൽ 40 അടിയന്തരം, അതിനുശേഷം മാത്രമാണ്, ഈ കൂദാശയ്ക്ക് ശേഷം മാത്രമാണ് ആ വ്യക്തിയുടെ ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നത്. അങ്ങനെയൊരു വിശ്വാസം, അതിനോടനുബന്ധിച്ചുള്ള ചില ആചാരമൊക്കെ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉള്ളതായിട്ട് നമുക്കറിയാം. ബൈബിൾ അടിസ്ഥാനത്തിൽ ഇന്ന് ആ വിഷയമാണ് നമ്മൾ നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ പോകുന്നത്. മരിച്ചുപോയ വ്യക്തികളെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, മുൻ കാലഘട്ടങ്ങളിലും ചില തെറ്റിദ്ധാരണകൾ, അറിവില്ലായ്മകൾ ക്രൈസ്തവ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ ഇരിക്കേണ്ടതിന് നിദ്ര കൊണ്ടവരെ കുറിച്ച്, അതായത് മരിച്ചുപോയവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അറിവില്ലായ്മ ഈ കാലഘട്ടത്തിലും പല ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇടയിൽ ഉണ്ട് എന്ന് ഉള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ പല സമൂഹങ്ങളിലും, ആത്മാക്കളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ പല സമൂഹങ്ങളിലും ഇന്നും നിലനിൽക്കുന്നു. മരിച്ചവരുടെ ആത്മാവ് 15 അല്ലെങ്കിൽ 16 ദിവസം കഴിഞ്ഞേ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോകുള്ളൂ, അത് ശേഷക്രിയയ്ക്ക് ശേഷം എന്ന് ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ഈ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ സമയം കുറവായതുകൊണ്ട് അത് 11-12 ദിവസമൊക്കെ ആ ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തെ നമുക്കറിയാം. എന്നാൽ പൊതുവെ ഏറ്റവും അധികം ആൾക്കാർ അംഗീകരിച്ചിട്ടുള്ള 41ാമത്തെ ദിവസം നടക്കുന്ന ആ ശേഷക്രിയയോട് കൂടിയാണ് ആത്മാവ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് ചില ആൾക്കാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ സ്ഥലത്തേക്ക്, അതായത് ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ പർഗേറ്ററി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് കത്തോലിക്ക സ്നേഹിതർ വിശ്വസിക്കുന്നുണ്ട്. ഈ മരിച്ചുപോയവരുടെ ആത്മാക്കൾ 40 ദിവസം വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും 40ാമത്തെ ദിവസം നടത്തുന്ന ആ ശുശ്രൂഷയ്ക്ക് ശേഷം, ആ കൂദാശയ്ക്ക് ശേഷമാണ് ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് ഓർത്തഡോക്സ്, അതുപോലെ ജാക്കോബേറ്റ്, അതുപോലെ റോമൻ കത്തോലിക്ക തുടങ്ങിയ സ്നേഹിതരെ വിശ്വസിക്കുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ആ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ചില ആചാരങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് ഓർപ്പിക്കാം. അവർ ചെയ്യുന്നത്, മരിച്ച വ്യക്തിയുടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ കട്ടിലിൽ ഒരു വെള്ള തുണി 40 ദിവസം വിരിച്ചിടും. അതുപോലെ കട്ടിലിന് സമീപത്തെ 40 ദിവസം നിരന്തരമായി വിളക്കോ, നിലവിളക്കോ അല്ലെങ്കിൽ മെഴുകുതിരിയോ കത്തിച്ചു വെക്കും. കുടുംബാംഗങ്ങളെ ഈ 40 ദിവസം മത്സ്യമാംസാദികളെ ഉപയോഗിക്കുകയില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവരെ 40 ദിവസം ഷേവ് ചെയ്യില്ല, അതുപോലെ തന്നെ അവരെ മുടി കത്തിരിക്കുകയില്ല, ദീർഘദൂരം യാത്ര ചെയ്യില്ല. ഇത് ചുരുക്കം ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ, നിഷ്ഠകളെ ഈ വിഷയത്തോട് അല്ലെങ്കിൽ ഈ വിശ്വാസത്തോട് അനുബന്ധിച്ചിട്ടുണ്ട്. 40ന്റെ അന്ന് അവരെ ഭവനത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തും.
ഇത് സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് തിരക്കുള്ള കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് ഇത് 40 എന്നുള്ളത് 3 നടത്തുന്നവരുണ്ട്, 9 നടത്തുന്ന ആൾക്കാരുണ്ട്. പൊതുവെ 40 അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസം ശുശ്രൂഷ എന്ന് പറയുന്നത്. അന്ന് ഭവനത്തിലേക്ക് വൈദികൻ അല്ലെങ്കിൽ പുരോഹിതൻ വന്ന് ഒരു പ്രത്യേക കൂദാശ ഈ ആത്മാവ് വിട്ടുപോകാൻ വേണ്ടി നടത്തും. കട്ടിലിൽ വിരിച്ചിട്ടുള്ള ആ വിരിപ്പ് അത് മടക്കി വെക്കും. അതുപോലെ അവിടെ ധൂപപ്രാർത്ഥന വീട്ടിൽ നടത്തും. അതുപോലെ വീട് വെഞ്ചരിക്കും അല്ലെങ്കിൽ ശുദ്ധീകരിക്കും. ഇതാണ് ഈ ആചാരത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ പരവതന്റെ ആത്മാവ് വാങ്ങിപ്പോകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ ഈ 40 ദിവസം ഈ വീട്ടിലൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കും എന്നാണ് ഈ സഹോദരങ്ങളെ പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് ഓർമ്മ കുർബാന എന്നാണ് പറയുന്നത്. ഓർമ്മ കുർബാന എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനമായി അവരെ കൊണ്ടുവരുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസത്തോളം ഈ ഭൂമിയിലെ പലർക്കും പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ യെരുശലേമിലെ യേശുക്രിസ്തു സഞ്ചരിച്ചു. ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് ഈ 40 ദിവസത്തെ ഓർമ്മ കുർബാനയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ആത്മാവ് അതുവരെയും ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിന് ആധാരമായി അവർ വേദപുസ്തകത്തിൽ നിന്നും പ്രധാനമായും എടുക്കുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത്. ഈ ആചരണത്തിന് ബൈബിളിൽ യാതൊരു തെളിവുമില്ല എന്നുള്ളത് അത് വളരെ വ്യക്തമാണ്. ഈ സത്യം 40 അടിയന്തരം എന്ന നിലയിൽ ഈ ഓർമ്മ കുർബാന ആചരിക്കുന്ന പുരോഹിതന്മാരും പലപ്പോഴും സാക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഫാദർ റെഞ്ചു പി കോശി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ ഇതില്ല. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിനകത്ത് ഇത് ഇല്ലാത്തത് കൊണ്ട് അതിനെ കണ്ടം ചെയ്ത് പല ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളും കൺവേ ചെയ്യപ്പെടുമ്പം അതൊട്ട് നമ്മുടെ ചിന്തയ്ക്കകത്ത് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ വേണ്ടാത്തതായതുകൊണ്ട് നമ്മളൊട്ട് പഠിക്കാൻ ശ്രമിക്കില്ല. ഈ ആചാരത്തിന്, ഈ വിശ്വാസത്തിന് ബൈബിളിൽ യാതൊരു തെളിവുമില്ല. പക്ഷേ ചില പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ അവരെ ചെയ്തു പോരുകയാണ് ചെയ്തത്. ഈ ആചാരം തെറ്റാണ് എന്നുള്ളത് ചില ന്യായങ്ങളിലൂടെ നമ്മളെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാനാണ് നമ്മൾ പോകുന്നത്. ഈ സ്നേഹിതരുടെ, അതായത് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ തന്നെ ശവസംസ്കാര ശുശ്രൂഷകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നടത്തുന്ന കൂദാശകൾ, അതായത് ഈ 40 അടിയന്തരത്തിൽ നടത്തുന്ന ഈ കൂദാശകൾ അവിടെ മറ്റ് ശുശ്രൂഷകൾ അല്ലെങ്കിൽ കൂദാശകൾ ശ്രദ്ധിക്കുമ്പോൾ തെറ്റാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ അവരുടെ ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ ശുശ്രൂഷയിൽ ഏറ്റവും മനോഹരമായ ധാരാളം ഗാനങ്ങൾ പാടാറുണ്ട്. അതിലെ ഞാൻ ഏറെ ശ്രദ്ധിച്ച ഒരു ഗാനം എന്ന് പറയുന്നത് ഇതാണ്: ഹാ സ്നേഹിതരെ, മൃതിദൂതൻ വന്നെത്തി, വേഗം പോവാൻ അവനെന്നെ ധൃതി കൂട്ടി, പരിചിതരെ കണ്ടിടാൻ അവനോട് അനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു, യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. ഇത് ഈ വളരെ മനോഹരമായി ഈ പുരോഹിതൻ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന പാട്ടാണിത്. അപ്പൊ ഈ വരികൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഈ 40 അടിയന്തരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഓർമ്മ പെരുന്നാൾ കുർബാന എന്ന് പറയുന്നത് അത് തികച്ചും തെറ്റായ കാര്യമാണ്. കാരണം മരണത്തിന്റെ ദൂതൻ വന്ന് എന്നോട് പോകാൻ ധൃതി കൂട്ടി എന്നാണ് ആ പുരോഹിതൻ പാടുന്നത്. അതുപോലെ പരിചിതരെ കാണാൻ വേണ്ടി അനുവാദം ഞാൻ ചോദിച്ചു, പക്ഷേ യാചനയോ അതുപോലെ ശുപാർശയോ കോഴയോ ഇതൊന്നും ഈ മരണത്തിന്റെ ദൂതൻ കൈക്കൊണ്ടില്ല എന്നാണ് ഈ പരേതനായ വ്യക്തി പറയുന്നത് എന്നാണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്നാണ് ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ വേഗം പോകണമെന്ന് എന്ത് ചെയ്തു? ഈ മരണദൂതൻ ധൃതി കൂട്ടി. അപ്പൊ ഇങ്ങനെ പാടുന്ന സഹോദരന്മാരാണ് പിന്നീട് പറയുന്നത് 40 അടിയന്തരമുണ്ട്, 40 ദിവസം വരെ ഈ ഭൂമിയിലെ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് ചുറ്റിപ്പറ്റി നടക്കുമെന്നുള്ളത്. ഇതെങ്ങനെ ശരിയാകും? അപ്പൊ ഇവിടെ തന്നെ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാം. മറ്റൊരു തെളിവിലൂടെ ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് തന്നെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഈ പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ പ്രാരംഭ പ്രാർത്ഥന ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: കർത്താവേ, കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായി, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവെ. അപ്പം ഇവിടെ ഈ പുരോഹിതൻ ആ ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുകയാണ് ഈ ആത്മാവെ വിദൂരസ്ഥമായി തീർന്നിരിക്കുന്നു, ആത്മാവ് വളരെ ദൂരത്തായിരിക്കുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയിൽ, ഈ ശവസംസ്കാര പ്രാർത്ഥനയിൽ ഇവർ പ്രസ്താവിക്കുന്ന ഇതാണ്:
അതായത് ഭൂമിയിൽ നിന്ന് ഈ ആത്മാവ് വളരെ ദൂരമായിരിക്കുന്നു, വിദൂരസ്ഥമായിരിക്കുന്ന ഈ ആത്മാവെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രസ്താവിക്കുന്ന ഒന്ന്, പിന്നീട് മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അദ്ദേഹം പറയുന്നത് വിദൂരസ്ഥമായിരിക്കുന്ന ഈ ആത്മാവ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിദൂരസ്ഥമായിരിക്കുന്ന ആത്മാവ് എങ്ങനെയാണ് പിന്നെ ഈ വീടിനോടടുത്ത് വീട്ടിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നു എന്ന് പറയുന്നത്? അതായത് മരിച്ച വ്യക്തിയുടെ ആത്മാവ് ദൂരത്തായിരിക്കുന്നു എന്നുള്ളത് ഇവർ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ് ചെയ്യുന്നത്. ബൈബിൾ പ്രകാരം ഈ പ്രസ്താവന 100% ശരി തന്നെയാണ്. കാരണം മരിച്ച വ്യക്തിയുടെ ആത്മാവ് ആ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവുകയാണ്. ഇതിന് പകരമായിട്ട് മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവ് 40 ദിവസം കഴിഞ്ഞ് ഈ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം, വീട് പഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ ശേഷം, ഈ ഓർമ്മ കുദാശയൊക്കെ ചെയ്ത ശേഷമേ മടങ്ങിപ്പോകൂ എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ആചാരം, ആ വിശ്വാസം തികച്ചും വചനവിരുദ്ധമാണ്. ഇവരുടെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനത്തിലും തെറ്റാണ്. മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ വാങ്ങിപ്പോയവരുടെ ആത്മാവ് അപ്പോൾ തന്നെ പോകുന്നുവെന്ന സത്യം വെളിപ്പെടുത്തുന്ന മറ്റൊരു തെളിവൂടെ ഈ സ്നേഹിതരുടെ തന്നെ മറ്റൊരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇത് സ്ത്രീകളുടെ ശവസംസ്കാര ചടങ്ങിലെ ഒരു പ്രാർത്ഥനയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് യാത്രയായി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായ വിരുന്നും അതുപോലെ സന്തോഷകരമായ വാസസ്ഥാനവും നൽകണമേ. അപ്പൊ ഇത് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പുരോഹിതൻ ആലപിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്. അപ്പൊ അവിടെ ഈ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഈ പുരുഷന്മാർക്കുള്ളതിനേക്കാൾ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് എന്തോ ഒരു മുൻഗണന ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഈ പ്രാർത്ഥനയിലെ ചില വാക്കുകളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതൊന്നുമല്ല പ്രശ്നം. ഈ ദാസിയുടെ ആത്മാവ് നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിന് ഭാഗ്യകരമായ മണവറയും ആനന്ദകരമായ വിരുന്നും അതുപോലെ തന്നെ സന്തോഷകരമായ വാസസ്ഥാനവും നൽകണമേ. അപ്പൊ ഇവിടെ ഈ പുരോഹിതൻ പാടുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: ഈ നിന്റെ ദാസി നിന്റെ അടുക്കൽ വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ നിന്റെ അടുക്കൽ വന്നു ചേർന്നു എന്ന് പറയുന്ന ഈ ദാസിയുടെ ആത്മാവ് എപ്പോഴാ പിന്നെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്? ആ ദാസിയുടെ ആത്മാവ് 40 ദിവസം കഴിഞ്ഞേ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ എന്നും അതിനുശേഷം 40ാമത്തെ ദിവസം നടക്കുന്ന ആ കൂദാശയും ഒക്കെ അതിനുശേഷം മാത്രമേ പോവുകയുള്ളൂ എന്നും പിന്നെ പഠിപ്പിക്കാൻ കാരണം എന്താണ്? ഇത് വചനവിരുദ്ധമായ ഒരു വിശ്വാസമാണ്. ഇനിയും നമ്മളെ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ഇത് സംബന്ധിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്, അതാണ് നമ്മൾ തുടർന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യമായി നമ്മളെ ബൈബിളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഏത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ഒരു ദേഹിയായിട്ട് തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ പൊടി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആദമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആദം ജീവനുള്ള ഒരു ദേഹിയായിട്ട് മാറിയത്, ഒരു വ്യക്തിയായി മാറിയത് അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മാത്രമാണ്. അപ്പൊ ഈ ആത്മാവ്, അപ്പൊ ദൈവം തന്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിൽ ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. അവൻ മരിക്കുമ്പോൾ ഈ ആത്മാവ് നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ആത്മാവ് അത് നൽകിയ ദൈവത്തെങ്കിലേക്കും ആ പൊടി പണ്ടായിരുന്ന ആ മണ്ണിലേക്കും ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ മരണത്തോടുള്ള ബന്ധത്തിലാണ് ഈ ആത്മാവ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഞാൻ ഒരു വാക്യം കൂടെ സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ നിന്നും അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്നും വായിച്ചു കേൾപ്പിക്കാം. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. സഭാപ്രസംഗി 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്.
അപ്പൊ ആത്മാവ് അത് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുമെന്നാണ് ശലോമോൻ പറയുന്നത്. മരണത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. പൊടി പണ്ട് ആയിരുന്ന പോലെ പൊടിയിലേക്ക് തരും, ആത്മാവ് അത് നൽകിയ ദൈവത്തിങ്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ 40 ദിവസം കഴിഞ്ഞ് അല്ല പോകുന്നത്. മറ്റൊരു കാര്യം കൂടെ മരണത്തെക്കുറിച്ച് അവിടെ ശലോമോൻ അവൻ പറയുന്നത് ഇതാണ്: ആ പൊൻകിണ്ണം തകരും, ഉറമെങ്കിലെ കുടം ഇവിടെയും 12-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ മരണത്തോടനുബന്ധിച്ചാണ്, മരണത്തിന്റെ നിമിഷത്തിലാണ് ഒരു മനുഷ്യനെ ലഭിച്ച ആ ആത്മാവെ, അല്ലെങ്കിൽ ദൈവം നൽകിയ ആത്മാവെ തന്നിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്നുള്ളത് വചനം വ്യക്തമായി പറഞ്ഞിരിക്കെ, വചനത്തിന്റെ അടിസ്ഥാനമില്ലാതെ, ആധാരമില്ലാതെയാണ് ഇങ്ങനെ ഒരു ധാരണ ഈ പ്രിയപ്പെട്ടവർക്കുള്ളതും ഈ വിശ്വാസമുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലെ ഇങ്ങനെ ഒരു ആചാരം അവരെ നടത്തുന്നത്. ഒരിക്കലും ഈ ആത്മാവ് ഒരു മനുഷ്യൻ മരിച്ച ശേഷം 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ കാണുകയില്ല. പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക്, മണ്ണിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അത് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇതാണ് ശലോമോൻ സഭാപ്രസംഗി 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പൊ ഈ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ആത്മാവ് മരണത്തിന് ശേഷം ദൈവത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും ചിലർക്കെങ്കിലും ഉണ്ടാകാം. എന്നാൽ അതിന്റെ 12-ന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത്, മരിക്കുന്ന എല്ലാവരുടെയും ആത്മാവ് ദൈവത്തിലേക്ക് പോകില്ല. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ ഭയപ്പെട്ട്, അവന്റെ വഴികളിൽ നടക്കുന്ന, അവന്റെ കൽപ്പന അനുസരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിലേക്കും, അല്ലാത്തവരുടെ ആത്മാവ് നരകത്തിലേക്കുമാണ് പോകുന്നത്. ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഈ സത്യം ഓർപ്പിക്കുന്ന മറ്റൊരു വേദഭാഗമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 16-22 വായിക്കുന്നത്: ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അതുപോലെ പിന്നീട് നമ്മൾ വായിക്കുന്നത് ലാസറിന്റെ മരണത്തിനെ കുറിച്ചാണ്. ലാസർ മരിച്ചു 40 ദിവസത്തിന് ശേഷമല്ല അബ്രഹാമിന്റെ മടിയിലേക്ക് പോയത്. ഇവിടെ ഈ ധനവാനെ കുറിച്ചും ലാസറിനെ കുറിച്ചുള്ള സംഭവമാണ് ഈ ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ രണ്ടുപേരും മരിച്ചു. ലാസർ മരിച്ചു, പിന്നീട് നമ്മൾ വായിക്കുന്നത് 40 ദിവസം കഴിഞ്ഞ് അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിലേക്ക്, പർദീസിലേക്ക് പോയെന്നല്ല. ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇനി മറ്റൊരു തെളിവ് ലൂക്കോസ് വിശേഷം 23-ൽ അതിന്റെ 42-43 വാക്യങ്ങൾ കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ മാനസാന്തരപ്പെട്ട ഒരു കള്ളനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. ആ കള്ളൻ ക്രൂശിൽ വെച്ച് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷത്തിൽ അവൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഒരു യാചനയുണ്ട്: യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. അതിന്റെ മറുപടിയായി കർത്താവ് എന്താണ് ആ കള്ളനോട് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കുക. നീ 40 ദിവസം കഴിയുമ്പോൾ നിന്റെ ആത്മാവ് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഓർക്കണം. ഇതാണ് കള്ളൻ ചോദിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞ എന്താ? നീ 40 ദിവസം കഴിയുമ്പോൾ നിന്റെ ആത്മാവ് എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്നല്ല. കർത്താവ് ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ആയിരിക്കും. ഒരു മനുഷ്യൻ മരിക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ അവന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നത്. ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ യാതനാസ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളതും നമ്മളെ ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനി പൗലോസിന്റെ ചില വാക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പ് ലേഖനത്തിലേക്ക് പോകാം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ് 22-ാമത്തെ വാക്യം: എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എനിക്ക് എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. 23-ാമത്തെ വാക്യം: ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. അത് അത്യുത്തമമല്ലോ. ഫിലിപ്പിയർ 1-23-ാമത്തെ വാക്യം. പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞാൽ, അതായത് മരിച്ചാൽ, ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് 40 ദിവസത്തോളം ഈ ഭൂമിയിലൊക്കെ നടക്കുമെന്നല്ല പൗലോസ് പറഞ്ഞത്. വിട്ടുപിരിഞ്ഞാൽ പിന്നീട് എൻ്റെ ആത്മാവ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും എന്നാണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ
ഈ പശിത്ത, അതായത് സുറിയാനി ബൈബിളിന്റെ മലയാള പരിഭാഷ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മശികയോട് കൂടെ ഇരിപ്പാനായി മരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മശികയോട് കൂടെ ഇരിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞ് മശിയോട് ഇരിക്കുന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ്, ആ പരേതന്റെ ആത്മാവ് ദൈവത്തോടു കൂടെ ഇരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കും. അതുപോലെ 2 കൊരിന്ത്യർ 5:8 വാക്യൊന്ന് ശ്രദ്ധിച്ച്, അവിടെ നമ്മൾ ഈ സത്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മരണത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. KJV ബൈബിളിന്റെ ആ പരിഭാഷ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ടു ബി ആബ്സെന്റ് ഫ്രം ദി ബോഡി ആൻഡ് ടു ബി വിത്ത് ദി ലോർഡ്. അതായത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അതേ നിമിഷത്തിൽ ആ വ്യക്തിയുടെ ആത്മാവ് കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്റ് ആണ്. അതാണ് ഈ KJV ബൈബിൾ പരിഭാഷ ഇത് വളരെ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. അപ്പൊ ശരീരത്തിൽ നിന്നും ആത്മാവ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ കർത്താവിന്റെ അടുത്ത ആ വ്യക്തി പ്രസന്റ് ആകുന്നു, സന്നിഹിതനാകുന്നു എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഈ ശബരിമല തീർത്ഥാടകർക്കുള്ളതുപോലെയുള്ള ആത്മാവിന് 40 ദിവസം വസിക്കാൻ വേണ്ടി ഒരു ഇടത്താളുമൊന്നും ദൈവത്തിന്റെ വചനം അവിടെ ക്രമീകരിച്ചില്ല. ദൈവം ആത്മാവിനെ ക്രമീകരിച്ചിട്ടില്ല. വേദവസം വളരെ ശക്തമായി പറയുന്ന കാര്യം ഇതാണ്. ഇനിയും ഈ ജോൺ ഫിലിപ്സിന്റെ പരിഭാഷ ഈ ഭാഗം ഒന്ന് എടുക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി അദ്ദേഹം ആ വാക്യത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്: എവേ ഫ്രം ദി ബോഡി എന്നിട്ട് ബ്രാക്കറ്റിൽ ഇൻ ഡെത്ത് ആൻഡ് ബി അറ്റ് ഹോം വിത്ത് ദി ലോർഡ്. ഈ ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് കർത്താവിന്റെ ഭവനത്തിൽ ആയിരിക്കും എന്നാണ് JB ഫിലിപ്സ് ഈ വാക്യത്തെ വളരെ മനോഹരമായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ ശരീരം പൊടിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആ ശരീരം മരണത്തിൽ പൊടിയിലേക്ക് ചേരുകയും മണ്ണിലേക്ക് ചേരുകയും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ദൈവം നൽകിയ ആത്മാവെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, അത് നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലേക്കോ അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, ദൈവകൃപയെന്നൊക്കെ അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് നരകത്തിലേക്കോ യാതനാസ്ഥലത്തേക്ക് പോകുന്നു. ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ആത്മാവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു ആത്മാവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത്, വിലയുള്ളത് എന്ന് പറയുന്നത് അവന് ദൈവം നൽകിയിട്ടുള്ള ആത്മാവാണ്. ഈ ആത്മാവ് അനശ്വരമാണ്, ഒരിക്കലും നശിച്ചു പോകാത്തതാണ്. ഈ ശരീരം നശ്വരമാണ്, നശിക്കുന്നതാണ്. എന്നാൽ നശിക്കാത്ത ഒരു സത്ത ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്, അത് അവന്റെ ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവ് നിത്യമായ നാശത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്കോ, അല്ലെങ്കിൽ നിത്യമായ യാതനയിലേക്കോ, അല്ലെങ്കിൽ നിത്യ ജീവങ്കിലേക്കുമാണ് മരണത്തിലൂടെ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം കടക്കുവാൻ പോകുന്നത്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്റെ രക്ഷിതാവാണ്, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചു, ക്രിസ്തു എന്റെ പകരക്കാരനായിട്ടാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ആ ഒരു വിശ്വാസം അംഗീകരിക്കുന്ന, അത് സ്വീകരിക്കുന്ന, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. അപ്പൊ അതാണ് രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരു ആശയത്തില് യേശുക്രിസ്തു നീക്കോദോസ് പറഞ്ഞ വാക്ക് നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നീക്കോദോസ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരു വീണ്ടും ജനന അനുഭവം, പാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുന്ന, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു അനുഭവം വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഈ വിശ്വാസം അംഗീകരിച്ച,
യേശുക്രിസ്തുവിനെ രക്ഷിതാവായി, കർത്താവായി, രക്ഷകനായി അംഗീകരിച്ച ഒരു ദൈവ പൈതൽ മരിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ, അത് ഇന്ന സഭക്കാരനൊന്നുമില്ല, വ്യക്തിപരമായി യഥാർത്ഥമായ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ ആത്മാവ് ആ നിമിഷത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നും, അതുപോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മരിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ആ നിമിഷത്തിൽ തന്നെ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു ഉള്ളതുമാണ് തിരുവെഴുത്തെ ഈ ആത്മാവിനെ സംബന്ധിച്ച, മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ആ കാര്യം വ്യക്തമാക്കുന്നത്. മരണത്തിലൂടെ ആത്മാവ് ആ നിമിഷത്തിൽ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ആത്മീയ സത്യം. അതല്ലാതെ ഈ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് 40 ദിവസത്തോളം ഈ ഭൂമിയിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുമെന്നും അതിനുശേഷം 40ാമത്തെ ദിവസം നടത്തുന്ന ആ ഓർമ്മ കുർബാനയിലൂടെ അല്ലെങ്കിൽ ആ 40 അടിയന്തരത്തിന് ശേഷമാണ് ആത്മാവ് സ്വർഗത്തിലേക്ക് വാങ്ങിപ്പോകുന്നത് എന്നുള്ള പഠിപ്പിക്കലൊക്കെ വചനവിരുദ്ധമാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആത്മാവ് മരണത്തിന് ശേഷം എവിടെയായിരിക്കും നിങ്ങളുടെ ആത്മാവ് ജീവിക്കുക അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക? അത് സ്വർഗത്തിലാണോ അത് നരകത്തിലാണോ എന്നുള്ളത് ചിന്തിക്കുവാനുള്ള, തീരുമാനിക്കാനുള്ള, അത് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭമായി ഈ വീഡിയോ നിങ്ങളെ ഉപയോഗിക്കണം എന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.